അങ്ങനെ ഫീഫൺ ഫിക്സിന്റെ വിന്നർ ജിൻഡോ ആയി മാറി. ബഹുദൂരം മുമ്പിലാണ്, രണ്ടാം സ്ഥാനക്കാരുമൊക്കെ അപേക്ഷിച്ച് വളരെയധികം മുമ്പിലാണ് ജിൻഡോ എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ പറ്റുന്നത്. വോട്ടിംഗ് എല്ലാം അവസാനിച്ചു. ജിൻഡോ വിജയിയായിട്ട് ഇനിയും ലാലേട്ടൻ പ്രഖ്യാപിക്കുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിരുന്നു ജിൻഡോ കപ്പ് ഉയർത്തും എന്ന് തന്നെ പറഞ്ഞു. ഇതെനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചതാണ് ജിൻഡോയാണ് കപ്പ് ഉയർത്തുന്നത്. അത് ഫെയറായിട്ട് നടക്കുകയാണെങ്കിൽ എന്നുള്ളത്. ജിൻഡോയെ സംബന്ധിച്ച് വരികയാണെങ്കിൽ ആദ്യ ആഴ്ച യാതൊരു പ്രതീക്ഷയും ഉണ്ടാക്കാത്ത ഒരു താരമായിരുന്നു. മണ്ടൻ രാജാവായ ഒരു കഥ, അതാണ് ജിൻഡോയുടെ കഥ. ജിൻഡോ വളരെ വേഗമാണ് ഗെയിമിലേക്ക് ഇങ്ങനെ ഓരോ പടി ചവിട്ടി ചവിട്ടി കയറി അങ്ങനെ ഫീഫൺ ഫിക്സിൻ്റെ വിന്നറാകുന്ന ആ കഥ എനിക്ക് തോന്നുന്നു അത്ഭുതകരമായൊരു കഥയാണ്. ഒരു കാരണവശാലും ആരും ആദ്യ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയിലോ ഒന്നും ആരും പ്രതീക്ഷിച്ചില്ല ജിൻഡോ കപ്പ് ഉയർത്തുമെന്ന്. ആരും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാതെ അങ്ങനെ കളിച്ച് തൻ്റെ കഴിവുകൊണ്ട് മാത്രം ഗെയിം കളിക്കുകയും തൻ്റെ കഴിവുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിക്കുക. ആദ്യമേ മണ്ടനായി, പിന്നെ തമാശ പറഞ്ഞ് അങ്ങനെ രീതിയിലേക്ക് പല രീതിയിലാണ് ജിൻഡോ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിയത്. എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്ക് വേണ്ടി എല്ലാവരും ഒരേ സ്ഥലത്തി, നാട്ടുകാർ ജിൻഡോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒറ്റ സ്ഥലത്തിൽ ഇറങ്ങുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പം ഈ 2-3 ദിവസമായിട്ട് പല യൂട്യൂബ് ചാനലുകളും ജിൻഡോ പുറയിലാകുന്നു, ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴും നമ്മൾ ഒറ്റ സ്ഥലത്തിൽ പറഞ്ഞു ഇത് ഫെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ജിൻഡോയ്ക്കായിരിക്കും കപ്പ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാതിരിക്കാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ബിഗ് ബോസിനെ പറ്റി പല ആരോപണങ്ങളും ഉന്നയിച്ച സമയമാണ് ഇപ്പം. അതുകൊണ്ട് ഇത് ഫെയർ തന്നെ ആയിരിക്കും, ഉറപ്പാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി ലാലേട്ടൻ എപ്പിസോഡിൽ വന്ന് ലാലേട്ടൻ ജിൻഡോയുടെ കൈ പിടിച്ചുയർത്തുമ്പോൾ അവിടെ ഈ ഫീഫൺ ഫിക്സിൻ്റെ വിന്നർ ഔദ്യോഗികമായി ജിൻഡോ ആയി മാറുന്നു എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. അപ്പം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.